ഹായ് ഫ്രണ്ട്സ്, ഭൂനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മയിൽ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അതുപോലെ തന്നെ വ്യത്യസ്തമായ കുറച്ച് ഫീച്ചേഴ്സുകളും കൂടിയാണ്. ഇത് നമുക്ക് ഡാറ്റ അനാലിസിസ് കരിയറിൽ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ബേസിക്കായ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമുക്കറിയാം നമ്പറിനെ ഇമ്പോർട്ട് ചെയ്യണം കൊളാബിലേക്ക്. ഇങ്ങനെ കമാൻഡ് എന്താണ്? ഇമ്പോർട്ട് നമ്പർ ആസ് എൻട്രി. ഓക്കെ, റൺ ചെയ്യാം. അതിനുശേഷം ഞാൻ ഒരു എ എന്നുള്ള വേരിയബിളിലേക്ക് അറേനെ കൊണ്ടുവരികയാണ്. ഓക്കെ, np.array സിംഗിൾ ഡയമെൻഷൻ ആരാണ്? വൺ ഡയമെൻഷൻ ആരാണ്? ഓക്കെ, ഞാൻ 3, 8, 99, 56, 47, 2 ഇങ്ങനെ ഒരു അറേ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അറേ ഓർഡർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അറേ നോക്കാം. ഓക്കെ, അറേ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ a.ndim ഡയമെൻഷൻ കാണാൻ വേണ്ടി a.ndim കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ വൺ ഡയമെൻഷൻ അറേയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ ഈ കിട്ടിയ എ എന്നുള്ള അറേ എന്താണ്? 3, 8, 99 ആ രീതിയിലാണ് ഉള്ളത്. ഓക്കെ, നമ്പർ അറേ. അപ്പോൾ അതിനെ എനിക്ക് എന്താക്കണം? സിംഗിളായിട്ട് ഇതിനൊന്ന് അസെൻഡിങ് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, സോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്പറിൽ ഒരു സിമ്പിൾ കമാൻഡ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. np എന്ന നമ്പറിൻ്റെ ഷോർട്ട് np.sort കൊടുത്താൽ മതി. ഓക്കെ, സോർട്ട് എന്ന് കൊടുത്താൽ നമുക്ക് ഇതിനെ സോർട്ടായിട്ട് കിട്ടി. ഇത് അസെൻഡിങ് ഓർഡറിൽ സോർട്ടായിട്ട് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഒന്നുകൂടി ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ആക്ച്വലി സെയിം ഇത് തന്നെയാണ്, പക്ഷെ ഇതിൻ്റെ കോപ്പി നമുക്ക് എന്താക്കാം? ചേഞ്ച് ആയിട്ട് എടുക്കാം. പക്ഷെ ഇനി നമ്മളൊരു ലിസ്റ്റാണ് എഴുതണമെങ്കിലോ, ലിസ്റ്റിൽ ഒരു അറേ ആണെങ്കിൽ ലിസ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുക എഴുതിയത് വെക്കാം. 3 സെയിം സംഭവം. ഇതിനെ ഞാൻ ലിസ്റ്റിലേക്ക് കോപ്പി ചെയ്തെടുക്കാം. ഇവൻ്റെയൊക്കെ സെയിം തന്നെയാണ്, പക്ഷെ ലിസ്റ്റ് നമുക്ക് സോർട്ട് ചെയ്യാം. l.sort. ഓക്കെ, അത് സോർട്ട് ആയിട്ടുണ്ട്. ഇനി എല്ലാം എൻ്റർ അടിച്ചാൽ നമുക്ക് ലിസ്റ്റ് സോർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി. എന്നാൽ വീണ്ടും ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലിസ്റ്റ് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറിജിനൽ ഡാറ്റയാണ് സോർട്ട് ചെയ്യുന്നത്, കോപ്പിയല്ല. അതാണ് നമ്പർ അറേയും ലിസ്റ്റും തമ്മിലുള്ളത്. നമ്പർ അറേയിൽ നമുക്ക് എപ്പോഴും അതിൻ്റെ കോപ്പിയാണ് സോർട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഒരു 2 ഡയമെൻഷൻ അറേ ഇവിടെ കോപ്പി ചെയ്തിടുന്നുണ്ട്. ടൈം ലാഭിക്കാൻ വേണ്ടി നിങ്ങളത് എഴുതിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, np.array ഇത് 2 ഡയമെൻഷൻ അറേ ആയിട്ടാണ് ഞാൻ ചെയ്തത്. 2 ഡയമെൻഷൻ അറേ എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇത് എത്ര ഡയമെൻഷൻ 2 ആണ്. ഇതിൻ്റെ സൈസ് 3 റോ ഉണ്ട്. മൂന്ന് റോവും 4 കോളമുള്ള അറേയാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റർ അടിച്ച് വയ്ക്കുന്നത്. ഓക്കെ, ഇതാണ്. ഇനി ഇതിനെ നമുക്ക് എന്താക്കാം? ഈ 2 ഡയമെൻഷൻ അറേനെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. 2 ഡയമെൻഷൻ അറേ ആകുമ്പോൾ റോയും കോളും സെപ്പറേറ്റ് ആയിട്ടുണ്ടായത് കൊണ്ട് അത് നമ്മൾ സോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ np.sort കൊടുത്തു കഴിഞ്ഞാൽ ഇത് സോർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. 1, 2, 3 ഇത് 1, 5, 2, 3 ആയിരുന്നു. നമ്മളിവിടെ 1, 2, 3 എന്നുള്ള രീതിയിൽ എല്ലാ റോ ബേസിലും നമുക്ക് എന്തായാലും സോർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ 2 ഡയമെൻഷണൽ അറേയിൽ നമ്മൾ സോർട്ട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് അത് റോ ബേസിലാണ് സോർട്ട് ചെയ്യൽ. അഥവാ ഡിഫോൾട്ട് ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ ഡിഫോൾട്ട് റോ ഈക്വൽ 1ന് തുല്യമാണ്. ഓക്കെ, റോ ഈക്വൽ ടു 1ന് തുല്യമാണ്. ഇനി നമുക്ക് കോളം വൈസ് സോർട്ട് ചെയ്യണമെങ്കിലോ, കോളം വൈസ് സോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ ആക്സിസ് എഴുതി കൊടുക്കണം. ആക്സിസ് ഈക്വൽ ടു 0 കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോളം വൈസ് സോർട്ട് ആയിട്ട് കിട്ടി. 1 100 0 അല്ലേ, അല്ല സോറി 1 3 2 ആയിരുന്നു ഉണ്ടായിന്. അപ്പോൾ അതിന് നമുക്ക് കിട്ടി 1 2 അല്ല 1 2 300. ആ രീതിയിൽ കോളം വൈസ് സോർട്ടിംഗ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, കോളം വൈസ് സോർട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അത് കാണിക്കണമെങ്കിൽ ഇങ്ങനെ കോളം വൈസ് സോർട്ടിംഗ് ആണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ക്ലിയർ അല്ലേ? കോളം വൈസ് സോർട്ടിംഗ് കിട്ടി. ഇനി നമ്മൾ നോക്കുന്നത് അപ്പം പ്രത്യേകം ഓർത്ത് വെക്കേണ്ടത് ആക്സിസ് 0 എന്ന് പറഞ്ഞാൽ അത് കോളത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ മാട്രിക്സിന്റെ എലമെന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഉദാഹരണത്തിൽ ഇവിടെ എ എന്നുള്ളത് എന്താണ്, ഇതാണ് മാട്രിക്സ് എ. ഇതിന് എലമെന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു 5 എന്ന് കൊടുക്കുക. അപ്പോൾ അത് മൾട്ടിപ്ലൈ ആയിട്ട് വരുമോ നോക്കാം. ഓക്കെ, എല്ലാം നമുക്ക് കാണാം, ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം 3 റോയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് എലമെന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി അതേപോലെ തന്നെ നമുക്ക് ഒരു മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് സാറ്റിസ്ഫൈ ആണെങ്കിൽ 3 കണ്ടീഷന് എന്താക്കണം? മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതിന് 3 കണ്ടീഷന് സാറ്റിസ്ഫൈ ആണ്. ഒന്ന്, അറേ എലമെന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ 3 കണ്ടീഷന് സാറ്റിസ്ഫൈ ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് അറേ ഇൻറ്റു നമ്പർ, അത് എലമെന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഒരു അറേനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എലമെന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറേ ഇൻറ്റു അറേ. പക്ഷേ ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്, ഇറ്റ് വർക്ക് ഇഫ് ബോത്ത് അറേസ് ആർ സെയിം ഷേപ്പ്. 2 അറേസും സെയിം ഷേപ്പ് ആണെങ്കിൽ മാത്രമേ അറേ ഇൻറ്റു അറേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ അറേ ഇൻറ്റു അറേ ഡസ് നോട്ട് വർക്ക് ഇഫ് ബോത്ത് അറേ ഹാവ് ഡിഫറെൻറ്റ് ഷേപ്പ് ആണെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അത് 3 നമ്മൾ ശ്രദ്ധിക്കണം മൾട്ടിപ്ലിക്കേഷൻ്റെ സമയത്ത്. ഓക്കെ, ഇനി ഞാൻ വേറൊരു 2 ഇത് എഴുതാണ്. ബി ഇസ് ഈക്വൽ ടു 2 ബി ഇസ് ഈക്വൽ ടു അറേഞ്ച് അറേഞ്ച് 6 കൊടുക്കുക. np dot arrange 6 എന്ത് പറ്റി is equal to np dot
ഓക്കെ അറേഞ്ച് എന്നെ വന്നിട്ടില്ല അറേഞ്ച് ഓക്കെ ആൻഡ് ആൾസോ this is equal to ഇത് സിമ്പിളായിട്ട് ഞാൻ എന്തായിരുന്നു വെച്ചാൽ ഇപ്പോൾ 6 എന്ന് പറഞ്ഞാൽ ബി എൻ്റർ അടിച്ചാൽ ഇപ്പോൾ കാണാം ഇതിപ്പോൾ 1 മുതൽ 5 വരെ കിട്ടിയില്ലേ അപ്പോൾ അതിനെ ഒരു 2 ഡയമെൻഷൻ അറേ ആക്കാൻ ഞാൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെ ചെയ്യാം ഡോട്ട് റീഷേപ്പ് നമ്മൾ റീഷേപ്പ് ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റീഷേപ്പ് എങ്ങനെ ചെയ്യാം 2 into 2, 3 അപ്പോൾ 2 റോ 3 ഉള്ള പോലെ ആക്കി ബീനെ ഓക്കെ നെക്സ്റ്റ് C is equal to np dot arrange 11 ഒന്ന് നിന്ന് np dot arrange ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം 13 വരെ എനിക്ക് കിട്ടണം ഇതിനെ ഞാൻ റീഷേപ്പ് ചെയ്യാണ് ഡോട്ട് റീഷേപ്പ് അപ്പോൾ 12 എലിമെന്റ് ഉണ്ടാവും അപ്പോൾ 3 into 4 കിട്ടൂലേ അല്ല 4 into 3 3 into 4 3 റോയും 4 സോറി 3 റോയും 4 കോളായിട്ട് ഞാൻ റീഷേപ്പ് ചെയ്യണം ഓക്കെ ഇനി സി എൻ്റർ ഓക്കെ അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട് ഇത് 3 റോയിൽ ഉണ്ട് 4 കോളായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് വർക്കൗട്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ അറേൻ്റെ നമ്മുടെ അറേ ഇഫ് ഇത് പോയിട്ട് ഹാവ് സെയിം ഷേപ്പ് ആണെങ്കിൽ മാത്രമേ ആവുള്ളൂ ഓക്കെ അറേൻ്റെ അറേ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ അപ്പോൾ ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം നമ്മൾ ബേസിക് മാത്സിൽ പണ്ട് സ്കൂളിൽ പണ്ട് പഠിച്ചാൽ ഫസ്റ്റ് മാട്രിക്സിൻ്റെ റോയും സെക്കൻഡ് മാട്രിക്സിൻ്റെ കോളും സെയിം ആയാൽ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ് ഉദാഹരണത്തിൽ സോറി ഫസ്റ്റ് ഒന്നുകൂടി തിരുത്തുണ്ട് ഫസ്റ്റ് മാട്രിക്സിൻ്റെ കോളവും സെക്കൻഡ് മാട്രിക്സിൻ്റെ റോയും ഈക്വൽ ആയാൽ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആവും ഇവിടെ ഫസ്റ്റ് മാട്രിക്സിൻ്റെ കോളം പറഞ്ഞാൽ 3 ഇവിടെ എത്രയാണ് സെക്കൻഡ് മാട്രിക്സിൻ്റെ റോ 3 ആണ് അപ്പോൾ 3 3 ഈക്വൽ ആണ് അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ പോസിബിൾ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു അതിന് നമ്പറിൽ എന്താ യൂസ് ചെയ്യുന്നത് np ഡോട്ട് എന്നുള്ളൊരു മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡോട്ട് എന്നാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഡോട്ട് പ്രൊഡക്റ്റ് ഓക്കെ ഇത് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഓക്കെ എ കോമ പി എന്ന് കൊടുക്കാം എന്നിട്ട് നമുക്ക് സോറി എ കോമ ബി അല്ല ബി കോമ സി ഡിഫറെൻറ്റ് ഷേപ്പ് അല്ലേ ബി കോമ സി ഓക്കെ അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ പോസിബിൾ ആയിട്ടുണ്ട് അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്തത് അപ്പോൾ ഇത് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണുള്ളത് ഞാൻ കാണിക്കാൻ പറ്റും മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് നടത്തുന്നത് ഇതൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാം ഓക്കെ ഇതാണ് ആ വീഡിയോ അപ്പോൾ ഇത് 2 മാട്രിക്സ് ആണ് ഇവിടെ 2 മാട്രിക്സ് ഉണ്ട് ഒന്നാമത്തെ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ മാട്രിക്സ് 1 1 2 3 4 ഓക്കെ രണ്ടാമത്തെ മാട്രിക്സ് പറഞ്ഞാൽ ഈ മാട്രിക്സ് 5 6 7 8 9 0 ഇത്ര എലമെന്റ് ആണ് ഉള്ളത് ഇതിന്റെ ഫസ്റ്റ് മാട്രിക്സിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 2 into 2 ആണ് ഓക്കെ സെക്കൻഡ് മാട്രിക്സിന്റെ 2 into 3 കോളം 3 ഓക്കെ അപ്പോൾ ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം
ആദ്യം ഈ എലമെന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇതിന്റെ ഈ റോയും ഈ കോളം ചെയ്തു, എന്നിട്ട് അതിവിടെ പ്ലസ് ചെയ്തിട്ട് എഴുതി. രണ്ടാമത് നിങ്ങൾ നോക്കിയാൽ മതി, ഇതിൽ ഓരോന്ന് കാണിക്കുന്നത് ഈ റോയും ഈ കോളവും. അത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് ഈ കോളം പോസ് ചെയ്യാം. ഇതിലാണ് സെക്കൻഡ് എലമെന്റിൽ 3 ഇൻറ്റു 5 പ്ലസ് 4 ഇൻറ്റു 8 അത് രണ്ടും പ്ലസ് ചെയ്തിട്ട് അതിൻ്റെ എലമെന്റ് അത് എത്ര കിട്ടുന്നത് അത് ഇവിടെ ചെയ്തു. നെക്സ്റ്റ് ഇത് 3 ഇൻറ്റു 6 പ്ലസ് 4 ഇൻറ്റു 9 ആൻസർ ഇവിടെ ചെയ്തു. നോക്കിക്കോളാം കേട്ടോ. നെക്സ്റ്റ് ഇത് 3 ഇൻറ്റു 4 ഇൻറ്റു എ ഇൻറ്റു എ 0 ഈ റോയെ ഈ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3 ഇൻറ്റു എന്ന് പറഞ്ഞാൽ 21 പ്ലസ് 4 ഇൻറ്റു 0 0. അപ്പോൾ ഇവിടെ ആൻസർ 21 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ. സിമ്പിളായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയാണ് ഈ മാട്രിക് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ കൊളാബിൽ ചെയ്തത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് മാട്രിക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതേപോലെ തന്നെ ഒരു മെത്തേഡ് കൂടി ഉണ്ട് മാട്രിക് മൾട്ടിപ്ലിക്കേഷൻ. np ഡോട്ട് matmul മാറ്റ്മുൾ എന്ന് കൊടുക്കുക. അങ്ങനെ പറയില്ല, മാറ്റ്മുൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, b, c എന്ന് കൊടുത്താൽ മതി. സെയിം ആൻസർ തന്നെ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, സെയിം എന്താണ് കിട്ടിയത് അതേപോലെ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ np ഡോട്ട് മാറ്റ്മൾ എന്നുള്ള രീതിയിലും കൊടുക്കാം. ഓക്കെ, അനദർ മെത്തേഡ് ഉണ്ട് ഇതിന്. അനദർ മെത്തേഡ് b @ ഇതും സെയിം ആൻസർ തന്നെ കിട്ടില്ല. മൾട്ടിപ്ലിക്കേഷൻ കണ്ടോ, 3 ഡോട്ട് പ്രൊഡക്റ്റ് ആണെങ്കിലും ആൻസർ സെയിം ആണ്. അതേപോലെ np ഡോട്ട് മാറ്റ്മുൾ എന്നുള്ളതാണെങ്കിലും ആൻസർ സെയിം ആണ്. b @ c എന്ന് കൊടുത്താലും ആൻസർ സെയിം ആണ്. 3 രീതിയിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്തില്ലേ. ഇത് നോക്കുന്നതെന്ന് വെച്ചാൽ np ഡോട്ട് ക്യാൻ ബി പെർഫോംഡ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് സിംഗിൾ നമ്പറിലും np ഡോട്ടിനുള്ള മൾട്ടിപ്ലിക്കേഷൻ കഴിയും. എന്നാൽ np ഡോട്ട് മാറ്റ്മുൾ എന്നുള്ളത് @ cannot be performed multiplication with സിംഗിൾ നമ്പറിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ np ഡോട്ട് നമ്മൾ ഡാറ്റ അനാലിസിസ് പ്രോബ്ലത്തിലൊക്കെ np ഡോട്ട് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യല്. ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി അതിലുണ്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇനി നമ്പറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. സാധാ ഇപ്പോൾ 5 + 6 11 കിട്ടിയില്ലേ. സാധാ പ്ലസ് ചെയ്ത് ചെയ്യാം. അതേപോലെ തന്നെ np ഡോട്ട് array
ബ്രാക്കറ്റിൽ 2,46,89,90. ഓക്കെ, ഈ സെയിം സംഭവത്തിലേക്ക് തന്നെ നമുക്ക് എന്താക്കാം, പ്ലസ് ചെയ്തിട്ട് 6 കൂട്ടിയെടുക്കാം, 2 കൂട്ടിയെടുക്കാം, പ്ലസ് ചെയ്തിട്ട് പ്ലസ് ചെയ്ത് ഒരു 3 കൂട്ടിയെടുക്കാം. ഇങ്ങനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പോസിബിൾ ആണ്. സിംഗുലർ എലമെന്റ് np.arrayയിലേക്ക് ആഡ് ചെയ്താൽ, സിംഗിൾ എലമെന്റ് ആഡ് ചെയ്താൽ അത് ഈച്ച് എലമെന്റിലേക്ക് ആഡ് ചെയ്ത് കിട്ടും. ഇപ്പോൾ 2 എന്നുള്ളത് ഇവിടെ 5 ആയി. ഓക്കെ, അതുപോലെ തന്നെ 46 എന്നുള്ളത് 59 ആൻഡ് സോ ഓൺ. അപ്പോൾ ആ ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് ഒരു ലിസ്റ്റ് എടുക്കുന്നത്. എന്നുള്ളത് എന്ത് ലിസ്റ്റായി? എംപ്റ്റി ലിസ്റ്റായി. ടൈപ്പ് കണ്ടോ, ഇത് ടൈപ്പ് ഓഫ് എ ഞാൻ നോക്കി, അത് ലിസ്റ്റ് ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഫോർ ലൂപ്പ് റൺ ചെയ്യാം. എങ്ങനെയല്ല റൺ ചെയ്യുന്നത് നോക്കിക്കോളൂ. ഫോർ ഐ ഇൻ np.array, I in np.array ഈ എലമെന്റ് സെയിം എലമെന്റുകൾ എടുക്കാൻ ഇതെടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏത് കൊടുക്കാം. ഞാൻ ഇതന്നെ എടുക്കുന്നത് സിംപ്ലിസിറ്റി. എ ഡോട്ട് അപ്പൻഡ് എത്ര അപ്പൻഡ് ചെയ്യാവുന്ന i plus 5, then print np.array np.array ഞാൻ പ്രിന്റ് ചെയ്യാം. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഇവിടെ കിട്ടി. 2 പ്ലസ് എ ഇതായിരുന്നു അല്ലേ? ഓക്കെ, 2ലേക്ക് ഞാൻ എന്താക്കി 5 ആഡ് ചെയ്തപ്പോൾ എ കിട്ടി. 46ലേക്ക് 5 ആഡ് ചെയ്തപ്പോൾ എനിക്ക് 51 കിട്ടി. ഓക്കെ, 89ലേക്ക് ആഡ് ചെയ്തപ്പോൾ 94 കിട്ടി. 90ലേക്ക് ആഡ് ചെയ്തപ്പോൾ 95 കിട്ടി. അപ്പോൾ ഇത് ഫോർ ലൂപ്പ് വെച്ചിട്ട് ഞാനൊരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു ലിസ്റ്റിന് തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാം. ഇതും നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ ആ രീതിയിലും നമുക്ക് പോസിബിൾ ആയിട്ട് നമുക്ക് നടക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇനി പുതിയൊരു കാര്യം കൂടി ഉണ്ട്. എന്താ വെച്ചാൽ നമ്മളെ എത്ര ഇവിടെ
ബി ഇതല്ലേ ലിസ്റ്റ് 0 1 2 ഉള്ള ലിസ്റ്റ് കിട്ടി. ഇനി ഞാൻ പുതിയൊരു സംഭവം എഴുതാൻ പോവാം. s equal to np dot tile. ടൈൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. പാരന്തസിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്നിട്ട് ഞാൻ അതിലേക്ക് np ഡോട്ട് അറേഞ്ച് 0 സ്റ്റാർട്ട് ചെയ്യണം. എത്ര വരെ? ഒരു 13 വരെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, 0 to 13. ഓക്കെ, ഒരു അറേ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് കോമ ബ്രാക്കറ്റ് പാരന്തസ് ടൈപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 3 into 2. എന്നിട്ട് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. റൺ ചെയ്തെടുക്കാം. എന്നിട്ട് എൻ്റർ കൊടുത്താലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇതേപോലത്തെ അറേനെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് ദെൻ അതിൻ്റെ ബാക്കിൽ വീണ്ടും ഒരു അറേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സെയിം എലമെന്റ് കേട്ടോ, അത് റോ ബേസ് ക്രിയേറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ, ഈ ഉദാഹരണത്തിന് 0 to 12 വരെയുള്ള ഒരു സിംഗിൾ അറേയാണ് നമ്മൾ ഈ np ഡോട്ട് അറേഞ്ച് 0 to 13 വെച്ചാൽ കിട്ടുക. നോക്കോളൂ, ഈ np ഡോട്ട് ഇതിന് മാത്രം കോപ്പി. ഈ ഒരു അറേയാണ് കിട്ടല്. ഈ അറേനെ ഞാൻ എന്താക്കി, ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് 3 റോ എനിക്ക് വേണം ഈ ഒരു അറേ. ഓക്കെ, അപ്പോൾ 3 റോ. ഫസ്റ്റ് റോ, ഇത് 3 into 4 ഇതാക്കിയിട്ട് ചെയ്യണം. 3 rows വേണം. ആണ് ഇത് 3 റോ. ഒന്നാമത്തെ റോ, രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ. ഓക്കെ, എന്നാലോ 4 കോളംസ് ആയിട്ടും വേണം. 4 കോളം എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് 1 to 12 വരെ ഒരു കോളം, സെക്കൻഡ് വീണ്ടും 0 to ഇത്ര വരെ വീണ്ടും ഒരു കോളം. അപ്പോൾ അങ്ങനെ ഇതായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, ഈ np ഡോട്ട് ടൈൽ എന്നുള്ളത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാം. np ഡോട്ട് ടൈൽ, np ഡോട്ട് അറേ, ഈ അറേ തന്നെ 3 റോയും 2 കോളമായിട്ട് ഇവിടെ വരും. ഞാൻ എൻ്റർ അടിക്കുക. ഓക്കെ, സെയിം സംഭവം. 3 റോ 2 കോളമായിട്ട് വരണമല്ലോ. ഇതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് കോളം, അങ്ങനെ 3 റോയില് ഇത് വന്നു. ഉദാഹരണം കളിക്കും, ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. ഇതിൻ്റെ 3 റോ ആണ് വന്നത്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. ഇതാണ് ഇവിടെ 3 റോ 3 എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് 2 എന്നുള്ള 2 കോളം. ആ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സെയിം എലമെൻറ്റിനെ
2 ഡയമെൻഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് np.tile യൂസ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ഇതിലെന്ന് വെച്ചാൽ np.tile ദെൻ നമ്മൾ അറേ ഇവിടെ എഴുതും, np.array അത് എഴുതിയിട്ട് ആ ബ്രാക്കറ്റ് അതിന് ശേഷം ഒരു കോമ ഇട്ടിട്ട് എന്താക്കും, നമ്മളെ സൈസും എഴുതി കൊടുക്കും. ഓക്കെ, 3x2. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നന്ദി.